ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ ഞാൻ എങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ടും ആക്റ്റീവായിട്ടും എൻ്റെ ജോലികളൊക്കെ തീർക്കുന്നത് എന്നുള്ളതും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ഒരാൾ പത്തിരിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിക്കുന്നത്. ആദ്യം തന്നെ ഒരു ചെമ്പട്ടിയിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പത്തിരിപ്പൊടിൻ്റെ അളവിനനുസരിച്ചിട്ട് വെള്ളം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതാ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പത്തിരി പൊടിയും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഈ വെള്ളത്തിൽ കിടന്നിട്ട് പത്തിരിപ്പൊടി നല്ലപോലെ വെന്ത് കിട്ടണേ. അങ്ങനെ ഇതാ ഞാൻ നല്ല എന്താ പറയുക ബലം കൊടുത്തിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ നേരത്തെ പൊടി എടുത്ത പാത്രം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടിച്ചു വെക്കും കേട്ടോ. പത്തിരിക്കുള്ള വെള്ളം വെച്ച ടൈമിൽ ചായക്കുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നല്ലപോലെ കാഞ്ഞപ്പോൾ അതിലേക്ക് പൊടി ഇട്ടിട്ട് ചായ കാച്ചി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു വലിയൊരു തട്ടിലേക്ക് നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇളം ചൂടാവുമ്പം നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കൈ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഈ കൈ വെച്ചിട്ട് കുഴക്കാൻ ഈസി അല്ലാത്തവർക്ക് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ, വക്കൊക്കെ ഇങ്ങനെയുള്ള ഈ ഒരു ടൈപ്പിലുള്ള ഗ്ലാസ് ഉപയോഗിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ കൈ വെച്ചിട്ട് നല്ല ബലം പ്രയോഗിച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയൊക്കെ നിങ്ങൾക്ക് ഇതിന് മുകളിൽ ആക്കിയിട്ട് ഒന്നും കൂടി ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ എത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് കുഴക്കുന്നോ അത്രത്തോളം പത്തിരിക്ക് ആ ഒരു സോഫ്റ്റ്നെസ്സും പൊള്ളിങ്ങാണ്ടൊക്കെ വരാനുള്ള ഇതുണ്ടാവും കേട്ടോ. അങ്ങനെ പത്തിരി കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പത്തിരി പ്രസ്സിലിട്ടിട്ട് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. പത്തിരി പ്രസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വട്ടപാത്രമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ എണ്ണയൊക്കെ ഒരു കവറിൻ്റെ മുകളിൽ എണ്ണയൊക്കെ തൂവിയിട്ട് അങ്ങനെ എന്താ പറയുക പരത്തിയെടുത്താൽ മതി. അങ്ങനെ ചട്ടി നല്ലപോലെ ചൂടായപ്പം തന്നെ പത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേഗം തന്നെ പത്തിരി മറിച്ചിട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊരു വേഗം മറിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മറിക്കലൂടി കഴിഞ്ഞാൽ പത്തിരി ഇതേപോലെ നല്ലപോലെ പൊള്ളി വരും കേട്ടോ. നല്ല പോലെ തന്നെ നമുക്ക് പത്തിരി എത്രത്തോളം നമ്മൾ സോഫ്റ്റായിട്ട് കുഴക്കുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ നമ്മളെ പത്തിരീൻ്റെ ആ ഒരു ഇത് റെഡിയായി കിട്ടുള്ളൂ. പിന്നെ വെള്ളം എല്ലാം ഒന്ന് പാകമായിട്ട് വരണം കേട്ടോ. അങ്ങനെ പത്തിരിയൊക്കെ നല്ല പോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചായയും കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ പത്തിരിക്ക്. അതൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചേ. ഒറ്റയടിക്കാൻ ഇറങ്ങാതെ ഞാൻ വേഗം അകമൊന്ന് മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിടാണ് കേട്ടോ. ആദ്യം തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ചിട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അകം അടിച്ചാരാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയത്. എല്ലാം ഒന്ന് ആദ്യം തന്നെ തട്ടിക്കൊട്ടി അടിച്ചു വാരിയിടും കേട്ടോ. നമ്മൾ ആക്റ്റീവായിട്ട് നമ്മളെ പണികളൊക്കെ തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിനെ ആദ്യം നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം കേട്ടോ. ഇന്ന് എനിക്ക് എൻ്റെ പണികൾ പെട്ടെന്ന് തീർക്കാം എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ സ്വയം നമ്മളോട് തന്നെ പറയുക കേട്ടോ. ഇന്ന് ഇന്ന ടൈമിൽ എൻ്റെ പണികൾ തീരും എന്നുള്ളതൊക്കെ കേട്ടോ. അതേപോലെ നമുക്കൊരു ടൈം സെറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോറടിക്കും അല്ലെങ്കിൽ മടി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ ഈ എന്താ പറയുക നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഫോണിൽ മ്യൂസിക് വെച്ചിങ്ങാണ്ട് പണിയെടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതേപോലെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ പണി നമുക്ക് നല്ല ആക്റ്റീവായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ചാരി മൊത്തം എല്ലാ ഭാഗവും ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചാരിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഗ്രീൻ ബാഗും കാര്യങ്ങളും സ്റ്റൂളും കാര്യങ്ങളൊക്കെ മേശൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. മൊത്തം ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിങ്ങനെ അടുക്കൂട്ടിപ്പാളയിൽ വാരിയെടുക്കുമ്പോൾ മോക്കും വേണമെന്ന് പറഞ്ഞ് കച്ചറ ഉണ്ടാക്കി വീണ്ടും നിലത്തിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അടിച്ചാരി എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഈ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ വേഗത ഒന്ന് അകം തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മോന് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ മോളെയും കൂട്ടിയിട്ട് വേഗം തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കുന്നതിനനുസരിച്ച് തുടച്ച ഭാഗത്തു കൂടിയൊക്കെ അവൾ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും അങ്ങനെ തുടക്കുന്നുണ്ട്. അങ്ങനെ തുടക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ.
എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്താം കേട്ടോ. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ. അപ്പോൾ ഞാനിതാ അതൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചൊക്കെ കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പണി എടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നല്ലപോലെ എന്താ പറയുക തിളച്ച് വന്നപ്പോൾ അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടുത്തെ ഉപ്പ അവിടെ കുരുമുളക് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിൽ വെള്ളം കലക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിലേക്ക് പഞ്ചസാരയും ചെറിയുള്ളിയും തേങ്ങയും ഒക്കെ ചേർത്ത് വെള്ളം ഒഴിച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് പഴം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. പഴമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് അവിലും വെള്ളം ഉണ്ടാക്കിയിട്ട് ഉപ്പാക്ക് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉപ്പാക്ക് കഞ്ഞി വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ചായ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അവിലും വെള്ളം വേണമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അവിലും വെള്ളം ആക്കി കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഇപ്പം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഏറ്റവും കൂടുതൽ വെള്ളമാണ് കേട്ടോ എല്ലാവർക്കും ആവശ്യമുള്ളത്. അങ്ങനെ ഞാൻ ഉപ്പാക്ക് അവിലും വെള്ളം കൊടുത്ത് അത് കഴിഞ്ഞപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഊറ്റിയെടുത്തു കേട്ടോ. പിന്നെ ഇതാ ലാസ്റ്റാണ് നമ്മൾ മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറേ കവറും ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് അടിച്ചുകൂട്ടി വരുന്നുണ്ടേ. ഈ വീഡിയോസ് കാണുന്നവർ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കമൻറ്റ് ചെയ്യാൻ മടിയാണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഇമോജി ആയിട്ടൊക്കെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് അടിച്ചു വാരുന്ന ഇടയിൽ കുറച്ച് കാന്താരി കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല പോലെ പഴുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പറിച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞതാ നമ്മൾ ഇനി നാളത്തേക്കുള്ള വിറകും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേരി ഞാനൊരു ബക്കറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള നല്ല പോലെ ഉണങ്ങിയിട്ടുള്ള വിറകാണ് കേട്ടോ. കുറേയൊക്കെ ചെതൽ പിടിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ വിറകൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ വിറക് വെക്കുന്ന ആ ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെയാണ് ഞാൻ വിറക് ഇവിടെ പുറത്താണ് കേട്ടോ വെക്കാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ എടുക്കാനും ഈസിയാണേ. അങ്ങനെ വിറകും കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഊറ്റിയെടുത്ത പാട് തന്നെ ആയതുകൊണ്ടേ ചോറിന് ഒന്ന് ആവി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൂടി വെക്കാതെ വെക്കുന്നത്. അങ്ങനെ ഞാൻ ഇതിലേക്ക് ഒരു ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുകയാണ്. കടുകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുത്തു. അതിലേക്ക് ചുവന്നമുളക് ഇട്ടു. പിന്നെ വലിയുള്ളിയും തക്കാളിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വെണ്ടക്ക കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെണ്ടക്ക മുളകിട്ട ഉപ്പേരിയാണ് കേട്ടോ. ഉപ്പേരി വെച്ചാൽ വെള്ളം കുറുങ്ങനെ വെള്ളം പോലെയുള്ള ആ ഒരു കറി പോലെയും ആയിട്ട് തോന്നും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചമണമൊക്കെ മാറുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും പിന്നെ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ഇതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ഇതിലേക്ക് ഒരു കപ്പിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് അങ്ങനെ ഇത് അവിടെ നിന്ന് കുക്കാവുന്ന ടൈം കൊണ്ട് നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഓർക്കാപ്പുളീൻ്റെ അച്ചാറും കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്ത ഫുഡ് കഴിച്ചത്. പിന്നെ വെണ്ടയ്ക്കൻ്റെ ഉപ്പേരി ഉണ്ടല്ലോ അതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.